മാധ്യമങ്ങളെ കാണുകയാണ്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമമായ നന്ദി പറയുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് 11,000-ലധികം, ഏകദേശം 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. ഏകദേശം 6 ഇരട്ടി വോട്ട്, 5 ഇരട്ടി വോട്ടാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ്, 37,000 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 4-5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് 12,000-ആക്കി കുറച്ചു. ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. LDFിൻ്റെ 16,000 വോട്ടാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 16,000-ഓളം വോട്ടുകളാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ. ഇത് യഥാർത്ഥത്തിൽ ടീം UDFിൻ്റെ വിജയമാണ്. ഒരു പാർട്ടിയെ പോലെ, പല മുന്നണികളുടെ കക്ഷിയാണ് UDF. പക്ഷേ UDF നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. യാതൊരുവിധ അപസ്വരങ്ങളുമില്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം UDFിൻ്റെ മുഴുവൻ നേതാക്കളെയും, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ്. ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ തീരില്ല. മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം